പ്രാധാന്യം ഞാൻ കുട്ടന് കൊടുക്കും. കുട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എത്ര മുറിവുകളും ഞാൻ സഹിക്കും. ഏത് കയ്പ് നീര് ഞാൻ കുടിക്കും. മോളെ, നീ അവന്റെ സങ്കടം കൂടെ നീ മാറ്റിയെടുക്കണം. ഞാനും ജാനകിയും കൂടെ ആവുന്നത്ര പറഞ്ഞിട്ടും ഇവന്റെ സങ്കടം മാറുന്നില്ല. കുട്ടൻ വിഷമിക്കരുത്. കുട്ടൻ എന്തിനാ വിഷമിക്കുന്ന? മാലാഖേ, മാലാഖ എന്തിനാ ഇതൊക്കെ ചെയ്തേ? എന്തിനു മുട്ടിലെഴിഞ്ഞേ? അതുകൊണ്ടല്ലേ മാലാഖയുടെ മുട്ടൊക്കെ മുറിഞ്ഞേ? എന്റെ മുട്ട് മുറിഞ്ഞതുകൊണ്ടാണ് കുട്ടൻ വിഷമിക്കുന്നത്. ഇതൊന്നും കാര്യാക്കണ്ട കുട്ടാ. ഈ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയില്ലേ. കുട്ടൻ വിഷമിക്കരുത് കേട്ടോ. മാലാഖ ഇങ്ങനെ കഷ്ടപ്പെടണ്ട മാലാഖ. ഇതൊന്നും നമുക്ക് വേണ്ട. മാലാഖ ഇങ്ങനെ വേദനിക്കണമെങ്കിൽ കാണാൻ പോലും പറ്റൂല. മാലാഖ ഈ വേദനയൊക്കെ അനുഭവിക്കുന്നത് മോന് വേണ്ടിയിട്ടാ കുട്ടാ. മോന്റെ അസുഖം മാറാനും മോന് നല്ലത് വരാനും വേണ്ടിയാ മാലാഖ ഇത്രയും കഠിനമായി നേർച്ച നിറവേറ്റിയ. നിന്റെ മാലാഖ നടത്തിയ നേർച്ചയുടെ ഫലം നിനക്കുണ്ടാവും മോനെ. അമ്മ, മാലാഖയുടെ കാലൊക്കെ കുറെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാലാഖ ആശുപത്രി കൊണ്ടുപോവാം. സാരല്ലേ കുട്ടാ, ഞാൻ മുറിവ് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ. നമ്മൾ ഇവിടുന്ന് വീട്ടിലെത്തുമ്പോ അവിടെ ഡോക്ടർ എത്തും. ദേവികയെ ഡോക്ടർ അവിടെ വെച്ച് പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അച്ഛൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനത് അച്ഛനോട് പറയാൻ വരുമായിരുന്നു. ദേവിക നേർച്ച പൂർത്തിയാക്കി ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച വിവരം പറഞ്ഞു. മോളെ, ഈ വേദന വെച്ച് നിൽക്കാൻ മോക്ക് പ്രയാസം ഉണ്ടാവും. മോള് വാ, വീട്ടിലേക്ക് പോ. അല്ല, നിങ്ങൾ ഇറങ്ങല്ലേ മഞ്ജു? അനീഷ് എവിടെ? അനീഷേട്ടനെ ഞാനും തിരക്കുന്നേ. മഞ്ചേച്ചി, അനീഷേട്ടൻ ഇപ്പോഴൊന്നും വരില്ല. അനീഷേട്ടനെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ നേരെ വീട്ടിലേക്ക് വന്നോളൂ. പക്ഷെ അനീഷേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി പേടിക്കണ്ട. അനീഷേട്ടൻ ഒരു പൊല്ലാപ്പിലും പോയി ചാടില്ല. ചേച്ചി ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോളൂ. തനിച്ചു പോണ്ട, ഗോപികയും കൂടി വരും. ഇത് വേദന മാറാനുള്ള ഒരു പെയിൻ കില്ലറാ. ഡോക്ടറെ, ഡോക്ടർ മാലാഖ കുത്തിവെക്കോ? വേദന മാറണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ വേണ്ട, എന്റെ മാലാഖ കുത്തിവെക്കണ്ട ഡോക്ടറെ. കുത്തിവെച്ചാലേ മാലയ്ക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. എന്റെ മാലാഖ വേദനിപ്പിക്കല്ലേ. ഏയ് സിദ്ധു, സാരല്ല കുട്ടാ, എനിക്ക് വേദനിക്കൊന്നുമില്ല കേട്ടോ. മോൻ പേടിക്കണ്ട. ഇഞ്ചക്ഷന് ഒട്ടും വേദന ഉണ്ടാവില്ല. ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലത്തെ വേദനയും ഉണ്ടാവും. എന്നാലും വേണ്ട. സിദ്ധു എന്താ ഇത്? വേണ്ട വേണ്ട പറമ്മ. ഒന്നും ഇല്ലടാ, ദേ കഴിഞ്ഞു. ദേ കഴിഞ്ഞു. ദേ നോക്കി, കുട്ടന്റെ മാലാഖയ്ക്ക് ഇപ്പൊ ഒരു വേദനയില്ലല്ലോ. കഴിഞ്ഞു. മാലാഖയ്ക്ക് വേദനിക്കണ്ടോ? ഏയ്, എനിക്കൊരു വേദന ഉണ്ടാകില്ല. ശരിക്കും? സത്യം. അല്പം കഴിയുമ്പോ മുട്ടിന്റെ വേദനയ്ക്കും മറ്റു ബോഡി പെയിനും നല്ല ആശ്വാസം ഉണ്ടാവും. മുറിവ് സെപ്റ്റിക് ആവാതിരിക്കാനും പെട്ടെന്ന് ഉണങ്ങാനും ഒരു ഓയിൽമെന്റ് തരാം. അത് ഇടയ്ക്കിടയ്ക്ക് ഈ മുറിവിലൊന്ന് പുരട്ടി കൊടുക്കണം. ഒപ്പം ശരിക്കും വിശ്രമവും വേണം. പ്രിസ്ക്രിപ്ഷൻ ഞാൻ മാഡത്തിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. സിദ്ധു വാ, മോള് കിടന്നോ. സോറി മാലാഖ, അറിഞ്ഞോണ്ടല്ല. വേദനിച്ചോ? എന്നാ നമുക്ക് പുറത്തേക്ക് പന്ത് കളിക്കാം. വാ മാലാഖ, പ്ലീസ് പ്ലീസ് വാ മാലാഖ, പ്ലീസ്. എന്റെ ആഗ്രഹല്ലേ, വാ പന്ത് കളിക്കാം. പന്ത് കളിക്കാൻ പറ്റിയൊരു പ്രായം. ഇയാൾ ഒരാള് കാരണോ എന്റെ ചേച്ചി ഈ നിലയ്ക്കായത്. ഇങ്ങോട്ട് മാറി. ഗോപു, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? അല്ല, ചേച്ചി കഷ്ടപ്പെടുന്നത് ഈ നിൽക്കുന്ന ആളെ കാണുന്നില്ലേ? മുട്ട മുറിഞ്ഞ് ദേഹം മുഴുവൻ വേദനയായിട്ടല്ലേ ചേച്ചി ഇവിടെ ഇരിക്കുന്നത്. ചേച്ചി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? എന്നിട്ടോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇവിടെ വന്ന് പന്ത് കളിക്കാൻ വിളിക്കുന്നു. ഇപ്പൊ അതാണോ പ്രധാനം?
ഗോപു, നീ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ പറയുന്ന ഒന്നും ശരിയല്ല മോളെ. എനിക്കൊരു ശരിയും ശരികേടും അറിയണ്ട. ദേ, എന്റെ ചേച്ചി ഉപദ്രവിക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഗോപു, നീ ഒന്ന് പോകാൻ. ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ എന്ത് ഉപദ്രവിച്ചു എന്നാ? മാലാഖയുടെ കാല് മുറിഞ്ഞേനാണോ എന്നെ ഇങ്ങനെ ചീത്ത പറയണേ? മാലാഖയുടെ കാല് മുറിഞ്ഞതേ നേർച്ച നടത്തിയിട്ടല്ലേ? മാലാഖയോട് നേർച്ച നടത്തണ അപ്പറേ പറഞ്ഞല്ലേ? അപ്പൊ മാലാഖ കേട്ടില്ല. സാരില്ല, മാലാഖയുടെ മുറിവിലൊക്കെ ഞാൻ മരുന്ന് ചേരാട്ടാ. ഒരു മരുന്നും വെച്ച് കൊടുക്കണ്ട. ഗോപു, ഗോപു നിർത്ത്. ദയവ് ചെയ്ത് നീ ഇനി കുട്ടനെ കുറ്റപ്പെടുത്തോ വഴക്ക് പറയോ ചെയ്യരുത്. കുട്ടൻ വേറൊരു പാവാ. അത് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? ഇവിടെ നമുക്ക് ചുറ്റിന് നടക്കുന്ന എന്താണെന്ന് പോലും കുട്ടൻ അറിയില്ല. കുട്ടൻ ഒന്ന് മാത്രമേ അറിയൂ, സ്നേഹിക്കാൻ. എന്നോട് മാത്രമല്ല, എല്ലാവരോടും കുട്ടന് സ്നേഹം മാത്രമേ ഉള്ളൂ. ഗോപു, എനിക്ക് നിന്നോട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി?